വേണായിരുന്നു അല്ലേ? കൊച്ചില്ലാത്തോണ്ട് എന്താ പോലെ 4 വഴക്കെങ്കിലും കേക്കായിരുന്നു അവളുമാരോട്. ആടി പാവ എന്റെ കൊച്ച് ഇന്നലെ വരില്ലാന്ന് ക്ലാസ്സിരുന്ന് പറയുന്നുണ്ട്. ആടി അവളുടെ കുഞ്ഞമ്മയുടെ ആരെയാ കല്യാണം? ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് അവള് പോകത്തില്ലല്ലോ. പോയിട്ടൊക്കെ വരട്ടെ, അങ്ങോട്ട് വരുമല്ലോ. ഫുഡ് കഴിച്ചതിന് എനർജി തീർക്കാനുള്ളതല്ലേ. അവരെ കാണാനില്ലല്ലോ. ആ വഴി പോയോ? എനിക്കറിഞ്ഞൂടെ എന്റെ കുക്കി, ആ വഴി പോയോ എന്തോ. അതാ വരുന്നത് രണ്ടും കൂടെ. എന്തുവാ രണ്ടും കൂടെ എവിടെ? ഈ ഭൂമി തിരിച്ചു വയ്ക്കാനാണോ? ആഹാ, എന്റെ കുഞ്ഞു നിത്തി ഉണ്ടല്ലോ. ഇല്ലടാ, ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ല, ഞാൻ ലീവാ. പിന്നെ അനു, ക്ലാസ് നന്നായിരിക്കണം. 2 പേരുടെ ബഹള ഉണ്ടാക്കല് ഞാൻ ഇല്ലെന്നും പറഞ്ഞു കേട്ടല്ലോ. പിന്നെ അളിയാ, ഞാൻ പോവാണേ, പിള്ളേരെ നോക്കിക്കോണേ. ശരി അളിയാ, പോണേ. അനു ഓ അയാളുടെ ചാണ. അയ്യോ അളിയാ പോണേ, അനു പോണേ. ഇങ്ങനെ കഴുത്ര അമ്പടിങ്ങി വാനി നമുക്ക് പോവും. എന്റെ ദേവിയെ, ഞാനത് എന്തുവായി കാണുന്നേ? കേഡ്രാമയോ? ഈ 2 കൂടെ കണ്ണും എന്ത് തേങ്ങയായി കാണിക്കും. ദൈവമേ, ഇതിന് സാക്ഷിയാവേണ്ടി വരും. മോളെ അനു, എന്തുവാ 2 കൂടെ? പോണ്ടേ? വാടിയും കൂടെ കണ്ണും നോക്കിക്കളിയാ. കണ്ണ് ഞാൻ ചൂന്നെടുക്കുന്നുണ്ടതിന്റെ. അജു വിട്ടു പോ സാത്താനെ. ഞാൻ പോവാണേ. ബൈ ബൈ. ഓ, ഇതുപോലൊന്ന് വേറൊന്നിനും കൊടുക്കല്ലേ. എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ പ്രൊഡക്ട്സിനൊക്കെ എന്റെ വീട്ടുകാർ ഇറക്കാൻ. ചൈനക്കാരാണ് ഇതേപോലത്തെ ലോക്കൽ പ്രൊഡക്ട്സിന് ഇമ്പോർട്ട് ചെയ്യാൻ. ഓ മൈ ഗോഡ്. ഇന്നലെ ചെവിയന്റെ കാർട്ടൂൺ കണ്ടാടി? ഞങ്ങള് കണ്ടില്ലടി. എന്ത് പറഞ്ഞടി സീന്? ഇന്ന് പറയടി. എന്നാ പറ്റിയെന്നോ? എനിക്കൊരു തള്ളച്ചി ഉണ്ടാവേ. TV ഓഫ് ആക്കിയടി ഇന്നലെ. ആഹാ, ബെസ്റ്റ്. പോട്ടെ, നാളെ കാണാം. പിന്നെ വരുന്നു സാർ. ഓ, ഇയാളാണ് ഇനി പുതിയ ആള്. ഹായ് ഗായ്സ്, ഞാൻ ഇവിടെ പുതിയ പ്രൊഫസറാണ്. എന്റെ പേര് തോമസ്. സോ എല്ലാവരും അവരോട് ഇൻട്രോഡ്യൂസ് ചെയ്ത് തുടങ്ങിക്കോ കേട്ടോ. ബാക്ക് വെഞ്ചോട് തുടങ്ങിക്കോ കേട്ടോ. മോളെ കുക്കി, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? എന്നാടി പറ. എടി, ആ പുതിയ സാറാ ജെയ്ഡൻ എന്ന് പറഞ്ഞ അയാള് നിങ്ങൾ തന്നെയാണോ നോക്കുന്നതിനൊരു ഡൗട്ട്. ഓ എന്റെ പൊന്നും അനു, ചവിട്ടി റോട്ടി കളയും കേട്ടാ. അയാളോടൊന്ന് പഠിപ്പിക്കുക. അതൊക്കെ കോണുണ്ടോ? ഉണ്ടാതിരിക്കടി, അടുത്ത റോട്ടി കളയും. സോറി, ഞാൻ വിളിച്ച എന്റെ തെറ്റാണ്. സാർ എന്റെ തെറ്റ് തന്നെയാണ്. ഈ പെണ്ണിന് അത് അറിയിച്ചോ. നീ ഇന്നലെ ക്യാൻറ്റീനിൽ നിന്ന് വെച്ച പഴംപൊരി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇടി, ഇതേ സെയിമുള്ള ടേസ്റ്റുള്ള സാധനം അമ്മ ഇന്നലെ വീട്ടിൽ ഉണ്ടാക്കിയടി. ഒരു രക്ഷയില്ലായിരുന്നു. എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. എനിക്കൊരു ഹെൽപ്പ് നിങ്ങൾ ചെയ്തു തരാമോ? ആ സാർ, പറഞ്ഞോളൂ. എന്ത് ഹെൽപ്പാണ് ചെയ്യണ്ടേ? എന്താ സാർ, എവിടെയെങ്കിലും കാണണോ? അങ്ങനെ എന്തെങ്കിലും ആണോ? ഓ സോറി അദ്വിക. ഫസ്റ്റ് ഓഫ് ഓൾ, താൻ അർജുന്റെ സിസ്റ്റർ അല്ലേ? അതെ സാർ, ഞാൻ അർജുൻ സാറിന്റെ സിസ്റ്റർ. സാറിന് അറിയാവോ? അറിയാണ്ട്, നമ്മളെല്ലാം ഒരു യൂണിവേഴ്സിറ്റി പഠിച്ചതാ. പിന്നെ അർണവിനെ എനിക്കറിയാം. അർണവിന്റെ സിസ്റ്റർ അല്ലേ താൻ?
ഞാൻ അനൂസാന്റെ സിസ്റ്റർ. ഏട്ടൻ പറഞ്ഞിട്ടില്ല നിങ്ങളെ കുറിച്ച്, അല്ല സാറിനെ കുറിച്ച്. അവനെ അറിയില്ല ഏട്ടാ, സോറി. സോറി ഒന്നും പറയണ്ട. പിന്നെ ഞാൻ വന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈബ്രറിയിലേക്ക് പോകുന്ന വഴി ഒന്ന് കാണിച്ചു. ഞാനോട് ചോദിച്ചപ്പോഴും ഇപ്പോൾ ലൈബ്രറി പോകുന്ന ആ പിന്നെ സാർ, ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയിട്ട് അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ആ ക്യാൻറ്റീനിൽ ഇയാളെന്താ ഇവളെ ഇങ്ങനെ വെക്കുന്നത്? എന്താടി എടി, എനിക്കൊന്ന് വാഷ്റൂം വരെ പോണം. ഒന്നെന്റെ കൂടെ വരൂ. ഓ ഇവള്. പിന്നെന്താ വരാം സാർ. എന്നാ ആ ക്യാൻറ്റീൻ അത് എന്നോട് ചോദിച്ചാൽ മതി, അത് പറഞ്ഞു കേട്ടോ. ശരി, ഞങ്ങൾ അങ്ങോട്ട് നോക്കോട്ടെ. ഞാൻ ചോദിച്ചോളാം. പൊക്കോ. ശരി എന്നാ, രണ്ടുപേരും പൊക്കോ. അതിന് നേരെ കാര്യം നടക്കരുത് കേട്ടോ. ശരി എന്നാ, രണ്ടുപേരും ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു. കുക്കി വാ പോവാം. ശരി സാർ, ഞങ്ങൾ പോവാണേ. പിന്നെ കാണാം എപ്പോഴെങ്കിലും. നിന്നെ കാണണം. നിന്നെ ഞാൻ സ്വന്തമാക്കുമ്പടി മോനെ. ഐ ക്യാൻ വെയിറ്റ്. എന്നിട്ട് എന്തായി? അവനെ വിളിച്ചോ? ഇനി അവനെ വിളിക്കുമ്പോ അവന് പുട്ടും കടലയും വേണം, ഇവിടെ ഇങ്ങോട്ട് വരരുതെന്ന് അവനോട് പറഞ്ഞേക്കണം. എന്റെ പൊന്നമ്മ, മാക്രി അമ്മയ്ക്ക് അറിവില്ലാത്തോണ്ടല്ലോ. എടി പാവോടിയ കൊച്ച്, അവൻ വല്ലപ്പോഴൊക്കെയല്ലേ വരുന്നേ. പിന്നെന്തുവാ? പിന്നെ എന്തുവാന്നോ, അവനെ കണ്ടിട്ട് എത്ര നാളായെന്നറിയാമോ? അവൻ പുട്ടുകളെല്ലാം കഴിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരും. പാവം അമ്മ, അവൻ അമ്മയുടെ കുട്ടികളിൽ അവൻ അത്രക്ക് ഇതാണ്. ഏതാണ് അവനെന്നെ വരുമ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് പോയാ മതി എന്ന് പറഞ്ഞാ മതി. എന്തുവാണ് എന്റെ മാതാജിയും പിതാജിയും ജ്യേഷ്ഠൻജിയും കൂടെ ഇവിടെ കിടന്ന് കാണിക്കുന്നേ? കുടുംബം തലയ്ക്കുവോ? എന്റെ കൈവട്ടത്തിൽ നിന്ന് മാറ്, ചെവിക്കെല്ലാം ഞാൻ അടിച്ചിരിക്കും. മാറിപ്പൊടി, കൊഞ്ചാൻ വന്നേക്കുന്നവളെ. സോറി. യു കണ്ടിന്യൂ. എന്താ അജു, എന്താ മോനെ കാര്യം? കാര്യമൊന്നും അല്ലടി, നമ്മളിങ്ങനെ കോളേജിലെ ട്രിപ്പിന്റെ കാര്യം എന്നെ പറയുമായിരുന്നു. അപ്പൊ നീ അറിഞ്ഞില്ലേ കുക്കി? എന്ത് സ്വഭാവമാടാ അജു, നീ അവളോട് പറഞ്ഞില്ലേ? കഷ്ടോടാ. എന്തുവാ അജു, നീ എന്താ എന്റെ കുഞ്ഞിനോട് പറയാത്തേ? പാവം എന്റെ കൊച്ച്. എന്തുവാ? എന്റെ പൊന്നമ്മ, നമ്മള് തൊഴുപോന്ന് മിണ്ടാതിരിക്കൂ. എന്റെ പൊന്നു കുക്കി, ഒന്നുമില്ലതാ കോളേജിൽ നിന്ന് ട്രിപ്പ് പോണോ, എന്നെ കുറിച്ച് പറഞ്ഞതാ. ട്രിപ്പോ? എന്നാ ട്രിപ്പാ? സ്റ്റഡി ട്രിപ്പ് അല്ലേ? എനിക്കറിയാം, ഞാൻ അറിഞ്ഞു പോയി. ഞാൻ പോകുന്നൊന്നുമില്ല. അമ്മ ആ ദോശ എടുക്ക്. ഇവൻ സ്ഥലത്ത് സുഖവനെ കൊണ്ടുപോകാൻ ഞാൻ പോകത്തില്ല. നിന്നെ പോപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം കേട്ടോ പൊന്നുമോളെ. ഞാൻ എങ്ങനെയാ അവനോട് നമ്പർ ചോദിക്കുന്നേ? അവന് തെറ്റിദ്ധരിക്കോ? അവൻ തെറ്റിദ്ധരിക്കും. എന്റെ ഏട്ടനല്ലേ, അവൻ തെറ്റിദ്ധരിച്ചില്ലെങ്കിലേ ഉള്ളൂ. അവനോട് ചോദിച്ചാലും ശരിയാവൂല. ഇതിനൊരു ഐഡിയ ഉണ്ട്. മോഷണം ഒന്നല്ലല്ലോ എല്ലാം പറയുന്നേ. അത് നടത്താം, പോയെടുക്കാം. ഇന്നലെ എന്തുവാ? തുറക്കണോ? അതിനകത്ത് ഉള്ളിലുണ്ടോ? എന്താണ് തുറക്കാം. ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു കാലൻ. ഇത് കണ്ടിട്ട് വേണം എന്നെ കോടതി കുറിച്ച് നിർത്തുവൻ. എവിടെ ഫോണ്? കിട്ടി. നൻപൻ ദേവൂട്ടൻ. ഇതാരുവാ? ഇതാരാ ഇത്? ദൈവമേ, നീ അവന്റെ വല്ല കാമുകിയ വല്ലാണോ? ഏതെങ്കിലും അളഞ്ഞ സാധനം. ഏട്ടാ അജക്കുട്ട, നീ കുറെ എന്റെ അടുത്ത് ഉണ്ടാക്കാൻ വന്നിരിക്കല്ലേ. ഉന്നെ ഞാൻ വിടമാട്ടെ, കാണിച്ചു തരാടാ. എന്നോടാണല്ലേ കാള്. ഈടാ കള്ള കോഴിക്കുഞ്ഞ്, നിരക്കട്ടെ വെച്ചിട്ടുണ്ടടാ. എന്നോലോ എന്റെ അടുത്ത് കാണിച്ച് പിന്നെ നീ കുറെ ഉണ്ടാക്കാൻ എനിക്കൊന്ന് കാണണം. ഈ തക്കുടുവാ ഇനി ആരാണ്? കണ്ടുപിടിക്കാം. ആദ്യം അയാളെ വിളിക്കാം. ഭഗവാനേ നിർമ്മിച്ചേക്കണേ. ഹലോ
ഇത് ഞാനാ അദ്വിക. ആ നീയോ? നീ എന്നാത്തിന് ഇപ്പൊ വിളിച്ചേ? എന്തേലും ഡൗട്ടോ എന്തേലും ഉണ്ടോ? എന്തുവാ? എന്താ കാര്യം? എന്താ ഇപ്പൊ വിളിച്ചേ? അത് പിന്നെ സാർ, ഞാൻ ഡൗട്ടൊന്നും ചോദിക്കാൻ വിളിച്ചതല്ല. സാറിന്റെ കൈ ഇപ്പൊ എങ്ങനെയുണ്ട് അത് ചോദിക്കാൻ വിളിച്ചതാ. ഓ എന്റെ കൈയോ? ആ എന്റെ കൈ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. നിനക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? വീഴാൻ പോയതല്ലേ, ഓക്കെയാണോ? ഞാൻ ഓക്കെയാണ് സാർ, എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ പിന്നെന്തുവാ? പിന്നെ നിന്റെ ജെനി വല്ലോ എന്തെങ്കിലും പറയാ വല്ല ചെയ്തോ? എന്തേലൊക്കെ? ഇല്ല സാർ, അവരെന്നൊന്നും പറഞ്ഞൊന്നുമില്ല. പറഞ്ഞാലും ചോദിക്കാൻ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇല്ല സാർ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അനു അമ്മൂക്കില്ലേ, കുഴപ്പമൊന്നുമില്ല സാർ. ആ ഓക്കെ വലിയ തതിന്റെ പിറകിലൊന്നും പോണ്ട. പിന്നെ ഒന്നുമില്ലെങ്കിൽ കിടന്നു. ശരി. അത് പിന്നെ എനിക്ക് നിനക്ക് എന്തായാലും ചോദിക്കാനുണ്ടോ? എന്നാ ചോദിക്കാതെ. അത് സാർ നാളെ ഉണ്ടാവോ കോളേജില്? എന്താ നിനക്കെന്നെ മിസ് ചെയ്തോ? നിനക്കെന്നെ മിസ് ചെയ്തോന്ന്? മര്യാദയ്ക്ക് കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വെച്ചിട്ട് പോടി. ഓ അയ്യടാ, തന്റെ സുഖവിവരം അന്വേഷിക്കാന്ന് വിളിച്ചപ്പോ തലയൊക്കെ ഇറങ്ങുന്നു. ഇത് എനിക്ക് തലക്ക് സുഖമില്ലാഞ്ഞിട്ട് താൻ പോടോ കരടി. ഞാൻ വെക്കുക. എപ്പോഴാ വാ? ഓ അയാള് വന്നേക്കണം, പ്രൊഫസർ. ഗുഡ് നൈറ്റ്. എന്റെ പൊന്നു, നിനക്ക് തലക്ക് സുഖമില്ലേ? സാറാണ്. ഡോണ്ട്. ഓ മൈ ഗോഡ്. അത് വിട്. നാളെ അത് കണ്ടുപിടിക്കും എന്റെ അജിക്കുട്ടാ. നിന്നെ ഞാൻ കോടതി കേറ്റും. എന്റെ പൊന്നജു, നീ ദിവസം കുഞ്ഞായി പറഞ്ഞാടാ. ഒന്ന് പോവമ്മേ, ഇതൊക്കെ ഇപ്പോഴത്തെ ഫാഷൻ ട്രെൻഡ്. അതൊക്കെ സീറോ സൈസ് ബോയ്സിനാണ് പെൺപിള്ളേർക്ക് ഇഷ്ടം. അല്ലാണ്ട് അല്ലേ നോക്കി പറഞ്ഞു കൊടുക്ക്. അല്ലാണ്ട് അവൻ സീറോ സൈസ് അല്ല, അവൻ സീറോ അല്ലേ, ഒരു പെൻസിലിന്റെ അത്ര ഉള്ള അവൻ. അല്ലാണ്ട് അവനെയൊക്കെ ആരും നോക്കാൻ? ചിലർ നോക്കും, ചില തക്കുടു വാവകൾ. ആ അത് തന്നെ. എടാ ചെറുക്കാ, നിന്റെ മണ്ടയിലൊക്കെ കയറും പതുക്കെ തിന്ന് നീ ചാവും. അത് തന്നെ അജു, പതുക്കെ തിന്നെ. നീ വെപ്രാള കാണിക്കുന്ന എന്തിനാ? നിനക്ക് എന്നാടാ വയ്യേ? എന്തേലും ഉണ്ടോ ഞങ്ങളോട് പറ. എന്ത് പറ്റി അജു? എന്താ? ഒന്നുമില്ല. നീ തക്കുടുവാവേന്നാണോ പറഞ്ഞേ? തക്കുടുവാവേന്നോ? നിനക്ക് രാവിലെ പിരി ഇളവിയോ? നീ ഒന്ന് എനിക്ക് വന്നേ. തക്കുടുവാവേന്ന് നിനക്ക് തലക്ക് സുഖമില്ല അജു, ഒന്ന് എനിക്ക് വാ. എന്റെ മിസ്റ്റേക്ക് സാർ, സോറി. അമ്മ അച്ഛാ ഞങ്ങൾ പോവാണ്, ഇനി വൈകിട്ട് കാണാം. ശരി എന്നാ. തക്കുടുവാവേ, സുഖാണോ തക്കുടുവാവേ?